മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിലെ പാലം പുതുക്കി നിർമ്മിക്കുവാൻ നടപടി വേണമെന്ന ആവശ്യം. ഈ പാലത്തിന്റെയും റോഡിന്റെയും വീതി കുറവ് തിരക്കേറുമ്പോൾ മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന കാരണങ്ങളിൽ ഒന്നായ സാഹചര്യത്തിലാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മൂന്നാർ ടൗണിൽ ഗതാഗതക്കുരുക്കിനുള്ള കാരണങ്ങൾ പലതാണ്. അതിൽ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും വീതി കുറവാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലമാണിത്. വലിയ വാഹനം പാലത്തിൽ കയറിയാൽ ഒരേ സമയം മറ്റ് വാഹനങ്ങൾക്ക് പാലത്തിലൂടെ കടന്നുപോകാൻ കഴിയില്ല. ഇതോടെ പാലത്തിന് ഇരുവശവും റോഡിൽ വാഹനങ്ങൾ കുരുങ്ങും. ഇപ്പോഴുള്ള പാലത്തിന് തൊട്ടുചേർന്ന് നീളവും വീതിയും വർദ്ധിപ്പിച്ച പുതിയ പാലം നിർമ്മിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന വാദമുയരുന്നു. ഈ പാലം പഴയ പാലമാണ്. ഈ പഴയ പാലം പണ്ട് കാലത്തിൽ ഇട്ടതാ. അപ്പൊ ഇവിടെ വരുന്ന ഗസ്റ്റ് എല്ലാവരും ഇതിന് പോകാൻ വേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകാർ പോലീസുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടുമ്പോൾ ഇവിടെ ആൾക്കാർ കുറവാ ഡിപ്പാർട്ട്മെന്റിലും. ഇങ്ങനെ ഇതിന് ഒരു പഴയ പാലത്തിൽ ഇച്ചിരി വലിയതാക്കിയാൽ മതി. വലിയതാക്കിയാൽ അതിനെ അങ്ങോട്ട് ധാരാളമായിട്ട് പോവാം. ദേശീയപാതയിൽ നിന്നും എളുപ്പത്തിൽ ടൗണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്താനുള്ള പാലവും റോഡുമാണിത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു. പാലത്തിനൊപ്പം തുടർന്നു വരുന്ന റോഡിന്റെയും വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. മൂന്നാർ ടൗണിലെത്തുന്ന വിനോദസഞ്ചാരികൾ ദേവികുളം ഗ്യാപ് റോഡ് ഭാഗത്തേക്ക് ഈ റോഡിലൂടെയും പാലത്തിലൂടെയുമാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്. പാലത്തിനോട് ചേർന്നുള്ള സുരക്ഷാ വേലിയുടെ ഭാഗം കാലപ്പഴക്കത്താലും വാഹനങ്ങൾ ഇടിച്ചുമൊക്കെ തകർന്നിട്ടുള്ള സ്ഥിതിയുമുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ.